ഗോകുലിനെ ആദ്യമായി കണ്ടതും എൻഗേജ്മെന്റ് നടത്തിയതിന്റെയും എല്ലാം വിശേഷങ്ങൾ ഉപ്പുമുളകും ലൈറ്റ് ഫാമിലി പങ്കുവച്ചിരുന്നു. വൈകാതെ തന്നെ വിവാഹം നടക്കുമെന്നായിരുന്നു അന്നിവർ പറഞ്ഞത്. എന്നാൽ കല്യാണമായപ്പോൾ അച്ഛനോ അമ്മയോ ചേച്ചിയോ അനിയനോ അനിയത്തിയോ കുഞ്ഞിനൊപ്പം ഇല്ലായിരുന്നു. അപ്രതീക്ഷിത സംഭവ വികാസങ്ങളായിരുന്നു അരങ്ങേറിയത്. ഉപ്പുമുളകും ലൈറ്റ് ഫാമിലിയിലെ നന്ദനയുടെ കല്യാണം വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത്. ആഗ്രഹിച്ചതുപോലെ ഗുരുവായൂരിൽ വെച്ച് താലികെട്ട് നടത്തി പിന്നീട് ഗംഭീരമായ വിരുന്നും വ്യത്യസ്ത ലുക്കിൽ അതീവ സുന്ദരിയായി അണിഞ്ഞൊരുങ്ങിയതിനെ കുറിച്ച് നന്ദന പ്രതികരിച്ചിരുന്നു. അച്ഛനും അമ്മയും സഹോദരങ്ങളും ഇല്ലാതെയായിരുന്നു കല്യാണം. അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർ വരില്ലെന്നായിരുന്നു പറഞ്ഞത്. ഇപ്പോഴിതാ മകളുടെ കല്യാണ ദിവസം അമ്മ പങ്കുവച്ച വീഡിയോ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങേയറ്റം വേദനയോടെയാണ് ഞങ്ങൾ സംസാരിക്കുന്നതെന്ന് അമ്മയും അച്ഛനും പറഞ്ഞിരുന്നു. അങ്ങനെയൊക്കെയോ ഈ ദിവസങ്ങൾ തട്ടിമുട്ടി ഇന്നത്തെ ദിവസം കഴിഞ്ഞു കിട്ടി. ഭയങ്കര തലവേദനയും ക്ഷീണവും അസ്വസ്ഥതയും ഒക്കെയാണ്. വീഡിയോയുടെ താഴെ വന്ന കമന്റുകൾക്ക് എന്തായാലും മറുപടി പറയണമല്ലോ. അതേക്കുറിച്ചും സംഗീത സംസാരിച്ചിരുന്നു. കുറച്ചു കാര്യങ്ങൾ എന്തായാലും പറയണമല്ലോ. കാശ് ചെലവില്ലാതെ കല്യാണം കഴിച്ച് കിട്ടിയില്ലേ എന്നാണ് ചിലരൊക്കെ ചോദിക്കുന്നത്. എൻഗേജ്മെന്റ് നിങ്ങളാണോ വന്ന് നടത്തിയത്? അതിനുള്ള കാശ് നിങ്ങളാണോ മുടക്കിയത്? കാശ് മുടക്കാത്തവരാണെങ്കിൽ ഞങ്ങൾ എൻഗേജ്മെന്റ് നടത്തുമോ എന്നായിരുന്നു സംഗീത ചോദിച്ചത്. പ്രേമിച്ച് ഒളിച്ചോടി പോവുകയാണെങ്കിൽ അങ്ങനെ പോവട്ടെ എന്ന് വിചാരിച്ചാൽ പോരായിരുന്നു. എന്തിനാണ് ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നത്? അവളുടെ കയ്യിൽ നിന്നും 1 രൂപ കിട്ടുമെന്ന് കരുതിയല്ല എൻഗേജ്മെന്റ് നടത്തിയത്. ആരുടെയും കാശ് കണ്ടിട്ടോ കാശ് വരുമെന്ന് കരുതിയോ അല്ല എൻഗേജ്മെന്റ് നടത്തിയത്. ഞങ്ങളുടെ കയ്യിലെ കാശ് കൊണ്ടാണ് എല്ലാം ചെയ്തത്. കമന്റ് ഇടുന്നവർ എങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നതെന്ന് എനിക്കറിയില്ല. പലർക്കും പല ചിന്തകളാണ്. ആ കുട്ടി അത്രത്തോളം വെറുത്തിട്ടാണ് അച്ഛനും അമ്മയും കല്യാണത്തിന് ഇല്ലാതെ പോയതെന്ന് പറയുന്നവരുണ്ട്. എന്നാണ് ഈ കുട്ടിക്ക് ഞങ്ങളോട് വെറുപ്പ് തോന്നിയത്? 4.5 വർഷമായി ഞങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ വീഡിയോ ഇടുന്നവരാണ്. കുറച്ചു ദിവസം മാത്രമല്ലേ വീഡിയോ ഇടാതിരുന്നിട്ടുള്ളൂ. ജനുവരി പകുതി വരെയും ഞങ്ങൾ വീഡിയോ ഇട്ടിരുന്നുവല്ലോ. അന്നൊന്നും ഇല്ലാത്ത വെറുപ്പ് ഈ ഒരു മാസം കൊണ്ട് തോന്നുമോ? ഈ കമന്റ് ഇടുന്നവർക്ക് ഇതേക്കുറിച്ചൊന്ന് ആലോചിച്ചുകൂടെ? കമന്റ് ഇടുന്നവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് എനിക്കറിയാം. ഞങ്ങളിൽ ആരുടെയും നല്ല വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാത്തവർ ഒളിച്ചോട്ടം അറിഞ്ഞപ്പോൾ അതിന് ലൈക്ക് ചെയ്തിട്ടുണ്ട്. ആരൊക്കെയോ ഇട്ട കല്യാണ വീഡിയോകൾ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിൽ പലരും ലൈക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കിയേ. ഈ കുട്ടി ഇങ്ങനെ കല്യാണം കഴിഞ്ഞ് പോയതിന്റെയാണ് ആ ലൈക്ക് അല്ലേ? ആ കുട്ടിയുടെ കല്യാണം ഞങ്ങൾ നടത്തിയാൽ മേടിച്ചു വെച്ചത് തിരികെ കൊടുക്കേണ്ടി വരില്ലേ എന്നോർത്താവും. ഞങ്ങളുടെ നാശം കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ലൈക്ക് ചെയ്യുന്നത്. നമുക്കൊക്കെ ഒരു മുഖമേ ഉള്ളൂ. ദേഷ്യം വന്നാൽ അത് കാണിക്കും, സ്നേഹം തോന്നിയാൽ സ്നേഹിക്കും. പെട്ടെന്ന് ദേഷ്യം വരുന്ന ക്യാരക്ടറാണ്. അപ്പോൾ എന്താണ് പറയുന്നതെന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ ഒരാൾക്കൊരു സഹായം വേണമെന്ന് പറഞ്ഞാൽ അതും ഞാൻ ചെയ്യും. പിന്നിൽ നിന്ന് കുത്താനോ ചതിക്കാനോ പാര വെക്കാനോ എനിക്കറിയില്ല. അങ്ങനെ ഒരു സ്വഭാവവുമില്ല. ഇന്നത്തെ ഒരു ദിവസം എങ്ങനെയാണ് കടന്നു കിട്ടിയതെന്നറിയില്ല. കയ്യും കാലും തളർന്നു പോവുകയാണ്. എന്റെ മാനസികാവസ്ഥ പറഞ്ഞറിയിക്കാനാവുന്നതല്ല. പെട്ടെന്ന് മക്കൾ ഒളിച്ചോടി പോകുന്നത് അറിയുമ്പോഴുണ്ടാവുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അത് അമ്മമാർക്ക് ഭയമാണ്. ഇങ്ങനെ ഒരു ജീവിതം ഒരമ്മയ്ക്കും വരാതിരിക്കട്ടെ. 10% ആൾക്കാരാണ് മോശം പറഞ്ഞ് കുത്തുന്നത്. ചേച്ചി സ്നേഹിച്ചവരാണ് പിന്നിൽ നിന്നും കുത്തുന്നതെന്ന് ഒരുപാട് പേർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എത്ര കിട്ടിയാലും ഞാൻ പഠിക്കില്ല, പിന്നെയും സഹായിക്കാൻ പോകും. അമ്മ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഇങ്ങനെ വിഷമിക്കരുത്, എല്ലാം ശരിയായി വരും. തെറ്റുകൾ തിരിച്ചറിഞ്ഞ് അവർ നിങ്ങളുടെ അരികിലേക്ക് വരും തുടങ്ങി നിരവധി കമന്റാണ് വീഡിയോയ്ക്ക് താഴെയുള്ളത്. രൂക്ഷമായ വിമർശനങ്ങളുമായാണ് ചിലരെത്തിയത്. എന്നാൽ 10% പേരാണ് ഞങ്ങളെ വിമർശിക്കുന്നത്. ബാക്കിയുള്ളവരെല്ലാം ഞങ്ങളെ പിന്തുണയ്ക്കുന്നവരാണ്.